മമ്മൂട്ടി കമ്പനി, നമ്മൾക്ക് നേരത്തെ മമ്മൂട്ടിക്ക് വേറൊരു കമ്പനി ഉണ്ടായിരുന്നു, പ്ലേ ഹൗസിൽ നിന്ന് അധികം ചിത്രങ്ങൾ വന്നിട്ടില്ല, എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ കൊമേഴ്സ്യലി വലിയ വിജയങ്ങളായിട്ടില്ല. പക്ഷേ ഇപ്പം മമ്മൂട്ടി കമ്പനി തുടങ്ങിയപ്പോൾ കൊമേഴ്സ്യലി വലിയ വിജയങ്ങളൊന്നും മാത്രമല്ല അദ്ദേഹം നോക്കുന്നത്, ഗംഭീര സിനിമകൾ, അദ്ദേഹത്തിന് കൊതിയുള്ള സിനിമകൾ ബാക്കിയുള്ള നിർമ്മാതാക്കൾ നിർമ്മിക്കാത്ത സിനിമകൾ തൻ്റെ ഇടത്തോടുകൂടി അത് നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങളാണോ എന്ന് താല്പര്യമില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റോഷാക്ക് പോലൊരു സിനിമയുടെ കഥ ഒരാൾ പോയി എടുത്താലും ഒരാളോട് പോയി പറഞ്ഞാലും ആരും നിർമ്മിക്കത്തില്ല. അല്ലെങ്കിൽ പുഴുവോ കാതലോ പോലുള്ള സിനിമകൾ ഒരിക്കലും വേറൊരാൾ നിർമ്മിക്കാൻ ചാൻസ് വളരെ കുറവാണ്. നൻപകൽ നേരത്ത് മയക്കം ഒരാളും ചാൻസ് വളരെ കുറവാണ്. മമ്മൂട്ടി വെച്ചാണെങ്കിലും ഇത്രയും റെമ്യൂണറേഷൻ കൊടുത്ത് നിർമ്മിക്കാൻ പാടാണ്. ഇങ്ങനെയുള്ള സിനിമകളാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വരുന്നത്. ഏറ്റവും അടുത്ത് തുടങ്ങുന്ന മമ്മൂട്ടി കമ്പനിയുടെ പുത്തൻ പടത്തിൻ്റെ പൂജ ഇന്ന് കഴിഞ്ഞു. പേരിട്ടിട്ടില്ല, പല പേരുകളും വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും അതൊരു കൃത്യമായിട്ട് പറയത്തോടെ നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുന്നില്ല. ഇതിൽ സർക്കസ് പശ്ചാത്തലത്തിലാണ് സിനിമ വരുന്നത്, തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഒരുങ്ങുന്ന. ഷൂട്ടിങ്ങൊക്കെ തമിഴ്നാട്ടിലായിരിക്കും. നിതീഷ് സഹദേവനാണ് ഡയറക്ടർ. ഒരുപാട് പ്രതീക്ഷയോടുള്ള ചിത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം ഫാലിമി നല്ല ചിത്രമായിരുന്നു. തമിഴ്നാട്ടിൽ പോയി ജിയോയെ കൊണ്ട് ഒരു ഹിറ്റ് അടിപ്പിച്ചു. നല്ല കാലിബർ ഉള്ളൊരു ഡയറക്ടർ, ഒരു മാസ് മസാല എൻ്റർടൈനർ ഇതിനുവേണ്ടി ഒരുങ്ങുകയാണ്. സ്ട്രോങ് റൂമേഴ്സ് ആണ്. പക്ഷേ ഇതിനകത്ത് ജിംഷി ഖാലിദ് ക്യാമറമാനുണ്ട്. സ്ട്രോങ് റൂമേഴ്സ് ഇപ്പോൾ കേൾക്കുന്നത് ഇതിനകത്ത് കുറേ താരങ്ങളുണ്ട്. അതായത് ജോജു ഉണ്ട്, ബേസിലുണ്ട്, ഹാഷറുണ്ട്, സുരാജ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് സ്ട്രോങ് റൂമേഴ്സ് ആണ്. പക്ഷേ മമ്മൂട്ടി കമ്പനി അങ്ങനെ ഒരു താരനിർണ്ണയത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വരുമെന്നാണ്. എന്തായാലും വളരെ പ്രതീക്ഷാപൂർവ്വം മമ്മൂട്ടി ഫാൻസ് ആയാലും അത്യാവശ്യം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പടമാണ്. മമ്മൂട്ടിയുടെ കുറേ നാളിന് ശേഷം ഒരു മാസ് മസാല എൻ്റർടൈനർ വരുന്നു എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനൊരു സിനിമ വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ഞാൻ കണ്ട നെഗറ്റീവ്, ഫാമിലി ഓഡിയൻസിനെ പിടിക്കാൻ, അതായത് മൊത്തം ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിൽ കയറ്റാൻ പറ്റിയ സിനിമകൾ അധികം ഇല്ല. കണ്ണൂർ സ്കോഡ് ആണെങ്കിൽ ഫാമിലി ഓഡിയൻസൊക്കെ ഒക്കെ അങ്ങോട്ട് കയറുന്ന സിനിമയല്ല. ഇങ്ങനെയുള്ള സിനിമകൾ, ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയ, ഇങ്ങനെയുള്ള സിനിമകൾ, ഗിരീഷ് ഷേഡിയുടെ പടങ്ങളൊക്കെ അങ്ങനെയുള്ള ഫാമിലി ഓഡിയൻസിനെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ വന്നു കഴിഞ്ഞാൽ കളക്ഷനിൽ ഒരുപക്ഷെ റെക്കോർഡുകൾ വന്നേക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള സിനിമകളാണ്. അതുകൊണ്ട് നിതീഷ് സഹദേവൻ്റെ പടം നമുക്ക് ഗംഭീരമായിട്ട് ഉറ്റുനോക്കാം. ഗംഭീര സിനിമയാകട്ടെ.